ടി.വി.പുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമാധാന സമ്മേളനവും സംഘടിപ്പിച്ചു. ടി.വി.പുരം മറ്റപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബിജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. തുടർന്ന് ടി.വി.പുരം വയോജന വിശ്രമ കേന്ദ്രത്തിൽ ചേർന്ന സമാധാന സമ്മേളനം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ തുടക്ക ദിവസങ്ങളിലെല്ലാം ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾ വിവിധ ഫോറങ്ങളിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മകൾ, പ്രതിഷേധ റാലികൾ ഒക്കെ നടത്തുകയുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിവിടെ ഈ യോഗം ചേർന്നാൽ, നിങ്ങളിവിടെ പ്രതിഷേധം നടത്തിയാൽ ആരും കേൾക്കാം, അമേരിക്കൻ പ്രസിഡന്റ് കേൾക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എം സ്വരാജ് എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചു വന്നു. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് അധിപത്യത്തിലായിരുന്നപ്പോൾ ആ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം ചെയ്ത മഹത്തായ ഒരു സമരം നമ്മുടെ രാജ്യത്താകുന്നതാണ്. അതിൽ ഉപ്പുമുറുക്കൽ സമരം നടത്തിയത് കേരളത്തിൽ 2 ഭാഗത്താണ്. ഒന്ന് കോഴിക്കോടുമാണ്, ഒന്ന് പയ്യന്നൂരുമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജീവിതത്തെ അഭേദ്യമായി ഇടപെടുന്ന, ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്ന ഒരു വിഷയത്തെ അവലംബിച്ചാണ് ടി.വി.പുരം ഗ്രാമപഞ്ചായത്ത് CDSും വളരെ ശ്രമകരമായ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തു. നമുക്ക് ഇപ്പോൾ തുടർച്ചയായി വരുന്ന നമ്മുടെ ഈ ലോകത്താകമാനം നടക്കുന്ന യുദ്ധങ്ങൾ അത് വല്ലാത്ത കെടുതികളാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ അറിഞ്ഞറിയാതെ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. ഇത് വളരെ ഗൗരവപൂർവ്വം ബോധ്യപ്പെടുന്ന ഒരു വലിയ ജനാവലി ഈ ലോകത്ത് തന്നെ വളർന്നു വരേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അടിക്കടിയായി യുദ്ധപ്രഖ്യാപനങ്ങളും മറ്റും ഉണ്ടാകുന്നത്? ആ യുദ്ധപ്രഖ്യാപനങ്ങൾ അങ്ങനെ നടത്തുകയും എത്രയോ ജീവിതങ്ങളാണ് തകർത്തെറിയുന്നത്. ടി.വി.പുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിയമ്മ അശോകൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജീന തോമസ്, P.K. ബേബി, നീതു ധനേഷ്, കവിത രജി, ദീപ ബിജു, V.K. ശ്രീകുമാർ, ശരത്, ബിനി സുരേഷ്, CDS ചെയർപേഴ്സൺ ശ്രീമതി ആശ അഭിഷേക്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MS രാമേന്ദ്രൻ, S അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.